ഗൈസ്. അപ്പോൾ നമ്മുടെ ദാസപ്പൻ തേങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെങ്ങാടൻ നേണ്ട എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം നല്ല അടിപൊളിയായിട്ട് കെട്ടി വരിഞ്ഞ് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. അതെ, പടിയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലം ഒക്കെ ആയപ്പോ തന്നെ ഇവിടെ ഒരു അടിപൊളി ഏറുമാടം പണിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നടാ. ഇപ്പൊ വീണല്ലേ, സോറി. ഇവിടെ ഒരു അടിപൊളി ഏറുമാടം അവന്മാർക്ക് പണിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവന്മാർ പിള്ളേരെല്ലാം ചാടി കുറച്ച് മുളയും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്ന് അലമ്പായിട്ട് കിടക്കുവാണ്. ഞങ്ങളത് റീസ്റ്റോറേഷൻ ചെയ്തെടുക്കാൻ പോവാണ്. എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ മോഡിഫിക്കേഷൻ ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് മുളയും കാര്യങ്ങളൊക്കെ വേണം. അതെല്ലാം ഒഴുകിയൊക്കെ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പൊ ഇതൊന്ന് അടിപൊളിയാക്കി എടുത്ത് ഇതിന്റെ മേൽക്കൂരയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളിവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് പോകണല്ലേ. അപ്പോൾ ക്യാമ്പിംഗ് വീഡിയോസ് ഒക്കെ പിന്നെ വരത്തുള്ളൂ. ആദ്യമേ നമ്മൾ ഈ ഏറുമാടം ഒന്ന് പുതുക്കി പണിയാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ ഞങ്ങൾ മുളയും കാര്യങ്ങളൊക്കെ വെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലടാ, എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മള് സെറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല മഴക്കാലമാണ്. ആ മഴയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു വൈബായിരിക്കും. ആണല്ലേ? അല്ലടാ, അതെ. അപ്പം ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് മാറി കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതേ ഈ ഒരു അടിപൊളി സെറ്റപ്പിലാണ്. അതെ. അപ്പോൾ കണ്ടോ, മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ഏറുമാടം. ഇനി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഈ മുള പോയി വെട്ടിക്കൊണ്ട് വന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ പോയി മുള വെട്ടിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകാം കേട്ടോ. ഞങ്ങൾ അപ്പോഴത്തേനും ഇവിടെ ഞങ്ങൾക്ക് തുടങ്ങട്ടെ. ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട മുള പറിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് എൻ്റെ ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി കണ്ട ഞാവൽപ്പഴം കേട്ടോ. കിട്ടുക പ്രശ്നമാണ് ഇതുണ്ടോ. ആഹാ, ഓ പൊളി സാധനം, പൊളി. പണ്ടൊക്കെ നമ്മൾ അവധിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മണ്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് പോകാം. ഇപ്പം ഇതുണ്ടോ, നല്ല കൊല പോലെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ, സൂപ്പർ ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് മുളയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അവിടെ പോയിട്ട് ഇനി മുള വെട്ടിയിട്ട് ഇനി പീസാക്കിയിട്ട് വേണം നമുക്ക് ഇനി വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അടങ്ങിയുണ്ടോ സാധനം? മുള വെട്ടണ്ടേ? വെട്ടണമല്ലേ? നാക്ക് കാണിച്ചേ. നിന്റെ നാക്കുന്നതാണ് എന്റെ കണ്ടോ. പോയോ? ഇതാണ് നല്ല സാധനമാണ്. നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അവന് കൊടുക്കുക. ഇതാ നല്ല ഇതാ. ശകല കഴിക്കാവൂ. അന്നേരം ബോധം കിട്ടി വീഴും. മൊത്തം കഴിച്ചാൽ നീ ചത്തുപോകും. നമുക്ക് വേണ്ട മുള വെട്ടാൻ കേട്ടോ. ഇമാരെ അതിനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാവരും നിന്ന് കുളിക്കേണ്ട വരും. ഇനിയും അവിടുത്തെ മുള എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തൂത്തുവാരി വെട്ടി മാറ്റാം. അപ്പോൾ നമ്മുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മുള നമ്മൾ വെട്ടിച്ചാഞ്ഞിട്ടുണ്ട്. ഒരു ദാസപ്പൻ നേണ്ട വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ വെട്ടിയാണ്. അതിന്റെ ചില്ലയെല്ലാം നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ പണി ഇന്ന് തീരത്തില്ലെന്ന് തോന്നല്ലേ? ഇല്ല. നമുക്കാണെങ്കിൽ ഇന്ന് നമ്മുടെ ഏറുമാടത്തിനുള്ള മുളയെല്ലാം നമുക്ക് വെട്ടി കയറ്റാം കേട്ടോ. വെട്ടി നമുക്ക് ഇരിക്കാനുള്ള ഫ്ലോർ റെഡിയാക്കണം. പിന്നെ നാളെ ഇനി മണ്ടോഷം. ഫ്ലോർ എന്ന് പറഞ്ഞാൽ മണ്ടോഷമാണോ താഴ്വശമാണോ? ഫ്ലോർ എന്ന് വെച്ചാ ഇരിപ്പിടം റെഡിയാക്കണം. അതെ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി മേൽക്കൂരയാണെങ്കിൽ നാളെ നമുക്ക് ഓലയൊക്കെ മടഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പണിക്കാരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ 650 രൂപ വെച്ച് ഒരു മുളയ്ക്കാണ് നമ്മൾ. 650 രൂപ വെച്ച്. അതെ, കടയ്ക്കായിട്ടൊന്നും കൊല്ലകടയിൽ നിന്ന് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ആളെ. നല്ല ശക്തിയുള്ള ആൾക്കാരെ നമ്മൾ ഇറക്കി. കണ്ടോ, ബോഡി കണ്ടോ, ഇങ്ങോട്ട് നോക്കി. കണ്ടോ,
മുള വലിക്കാൻ വേണ്ടി അവനെ ഇറക്കിയേക്ക്. അവന്റെ ഒട്ടാഫീസിൽ ഇവനെ അറിയപ്പെടുന്ന ഉരുക്കെന്നാണ്. നീ പറയും ഞാൻ ചെയ്യും, ഉരുക്കടാ അറിയപ്പെടുന്ന ഇവനെ ഉരുക്ക് മനുഷ്യൻ. അതെ, വെയിലത്ത് ഇറത്തി കഴിഞ്ഞാൽ അവൻ ഉരുകിപ്പോവും. ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് പുള്ളി ഇപ്പൊ ഇറങ്ങിയേക്കും. ഇപ്പം ഇതാണ് എള്ളെണ്ണ ഒഴിച്ചാ എളുപ്പത്തിൽ കത്തും, നല്ലെണ്ണ ഒഴിച്ചാ നന്നായി കത്തും. കടേക്കാടിന്റെ സ്വന്തം ദിന്തിമത്തായി. ദിന്തിമത്തായിയുടെ മസിൽ കണ്ടില്ലേ? ഇതാണ് ഈ പയ്യൻ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഉരുക്ക് സെക്കൻഡ് ഉരുക്കുണ്ണി. കൈസപ്പ നമ്മള് കണ്ട ഇവിടെ മുള വെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മ കാണാൻ വേണ്ടി ഇറങ്ങി. അവന്മാരെ പിടിച്ച് നമ്മൾ കണ്ട മുള വെട്ടിക്കുവാണ്. भाई किधर आसाम आसाम टोलाली टोलाली इधर से रंजित भाई बंगाल बंगाल उत्तर प्रदेश अरे बिहार बिहार तुम वनी एडमाबुड में आज पूरा का पनिकार उधर से पूरा केस केएसपी नहीं है केस पुलिस पुलिस इंडिया में ये वाला उधर से ओलिविल नहीं ये वाला आदमी नहीं. കൈസപ്പ വേണ്ട നമ്മള് വേണ്ട മുളയൊക്കെ വേണ്ട മുറിച്ച് വേണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ട മീൻ മേശിരി വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടാക്കേ എങ്ങനെ ബാക്കി സെറ്റ് ചെയ്ത് വളമെടുത്ത് ഞങ്ങൾ മുറിക്കട്ടെ. അപ്പൊ നമ്മളിവിടെ പണിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് മേശിരി ആണെങ്കിൽ ഇവിടെ നമുക്ക് അളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ വിളക്ക് മേശിരി കണ്ടാക്ക്. ഗൈസപ്പ വേണ്ട നമുക്ക് വേണ്ട മുളയെല്ലാം നമ്മൾ വേണ്ട വെട്ടി പീസാക്കിയിട്ടുണ്ട്. ഗൈസപ്പ നമ്മൾ വേണ്ട മുളയായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ വേണ്ട മുളയെല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോവാണ്. ഡബിൾ മുളയാണ് വെച്ചേക്കുന്നത്. ഇടക്കൂടെ നമ്മൾ പോകണം. മോന്തൊക്കെ ഒന്ന് അടിക്കുന്നുണ്ടോ? ഗൈസപ്പ വേണ്ട ഞങ്ങൾ വേണ്ട പരിപാടി തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വേണ്ട ഒരു എത്ര 10-15 പിടി കയറൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കയറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കയറിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. അടിയിലല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ടല്ലോ. കരിപ്പട്ടിക്കാരാണ് 10 പെട്ടി കയറുണ്ട്. അതെ, നമ്മളെല്ലാം ഒരിടത്തും നടത്താണ്. നിങ്ങൾ ഇതിനകത്ത് നല്ലൊരു കമന്റ് എന്ന് പറഞ്ഞാൽ കയറെന്ന് കമന്റ് ഇടുക കേട്ടോ. മാക്സിമം കയറെന്ന് ആ കയറെന്ന് കമന്റ് ഇടുക. അപ്പം അതിൽ നല്ലൊരു കയറിന്റെ കമന്റ് നമ്മൾ തിരഞ്ഞെടുക്കണ ഗൈസ്. അപ്പം നമ്മൾ കണ്ട ഒരു മുള എടുക്കുക കേട്ടോ. മുള എടുത്തോണ്ട് നമുക്കിനി പോണം അങ്ങോട്ട്. ഗൈസ് അപ്പം നമ്മുടെ ദാസപ്പനാണെങ്കിൽ ആ മുള അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കണ്ടവനൊരു ചെങ്ങാടം പോലെ പണിയുമാണ് കേട്ടോ. ഇതിനകത്ത് കയറി പോകാനായിട്ടാണ് പുള്ളി നോക്കുന്നത്. ഇപ്പൊ ചെങ്ങാടം താന്ന് പോയിരിക്കുകയാണ്. ഞങ്ങൾ പോവാണ്. ഗൈസ് അപ്പം ദാസപ്പന നമ്മുടെ മുളയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ വേണ്ട മതില് വെയിൽ കാണാൻ വേണ്ടി പോകുന്നത്. വെയിലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഗേറ്റ് എന്നുണ്ട്. അയ്യോ, കാല് തെറ്റിക്കഴിഞ്ഞുണ്ടല്ലോ മണി പൊട്ടിപ്പോകും. കാല് തെറ്റുന്നതായി നോക്കി ചെരുപ്പിലിന്റെ അപ്പുറത്തെത്തിയിട്ടുണ്ട്. ഇതാ നാണിപ്പൂ പോകാതെ ഫുൾ ബാലൻസോടെ മണി എങ്ങും തട്ടാതെ. ഇതാണ് വലിയ ചരുവം. ഉരുളി കമത്തിയ പോലെ 2 കുണ്ടിയുമായി മതിൽ ചാടി വരുന്ന 2 സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഗൈസപ്പ നമ്മൾ ഇനി കാവിൻ്റെ അകത്തോടെ പോകണ്ട കേട്ടോ. ഗൈസപ്പനെ നമ്മളിത് ഈ ഒരു ഭാഗത്തൂടെ പോകാൻ വേണ്ടി വന്ന കേട്ടോ. പക്ഷേ നല്ല വള്ളിപ്പാമ്പ് പോലെ കാണുമോ? മണ്ട് ഇത്ര വലിയ വനം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ഇവിടെ ഞങ്ങൾ പണ്ട് ഇവിടെ ഒരു ഏറുമാടമല്ല, നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളയൊക്കെ വെച്ചിട്ട് അത് വെള്ളപ്പൊക്കത്തിലെല്ലാം പോയി. നമുക്കിത് ഇതിൽ കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് ഇനി അവിടെ പോയി ഇറങ്ങണം. ഗൈസപ്പം തന്നെ ദാസപ്പം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. മുളയൊക്കെ ആയിട്ട് കണ്ടത്തിൽ കൂടെ. അങ്ങനെ നമ്മൾ കാവിൻ്റെ അകത്തൂടെ നമ്മളിതേ വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഫുള്ള് പോച്ചയെല്ലാം അഴുകിയ ഒരു സ്മെല്ലാണ് കേട്ടോ. എന്തോ ചെയ്യാനെന്ന് പറഞ്ഞു. ഗൈസപ്പം നമ്മുടെ ദാസപ്പം തേങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ കുന്നത്തൂന്ന് നമ്മള് കൺട്രാക്ടിനെ വിളിച്ചിട്ടുണ്ട്. കൺട്രാക്ട് വന്നിട്ടുണ്ട്. കൺട്രാക്ടാണ് നമ്മുടെ ഇത് കെട്ടാനായിട്ട് വന്നേക്കുന്നത്. കൺട്രാക്ട് ഇന്നലത്തെ നമ്മുടെ ഉരുക്ക് വന്നിട്ടില്ല. ഉരുക്ക് വരുമെന്ന് തോന്നുന്നു. ഉരുക്കിന് വേറെ പണിയുണ്ട്. വേറെ തടിവെട്ടിന് പോയിട്ടുണ്ട്.
ഗൈസ്, അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഏറുമാടത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഏകദേശ രൂപം. ഇനി നമ്മുടെ ആ മുളയും കൂടെ കയറുമ്പോഴത്തേന് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേൽക്കൂരം കാര്യങ്ങളൊക്കെ പണിയണം. അതിന് നമ്മൾ കോൺട്രാക്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ ഉണ്ണിയാണെങ്കിൽ നമ്മുടെ ദാസപ്പനാണെങ്കിൽ അതിൻ്റെ ഇത് സ്കെച്ച് എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. നമ്മളിന്നലെ ഒരു എഞ്ചിനീയറിനെ വിളിച്ചിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കോൺട്രാക്റ്റിന് അത് വേണമെന്നാണ് പറഞ്ഞത്. സ്കെച്ചില്ലാതെ പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം പില്ലർ അടിക്കണമല്ലേ, അതുകൊണ്ട് ആ സ്കെച്ച് മേനെ മേടിക്കാൻ വേണ്ടി പോയേക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഏർമാടത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മുടെ ചെങ്ങാടം ഇതൊക്കെ ഓടത്തില്ല, പോച്ച വെള്ളമുണ്ട്. ഇനി ഒരു ചെങ്ങാടോടെ പണിയണം. ഇതോടെ പണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ വേണ്ട ഓരോ മുള നമ്മൾ കയറ്റും കേട്ടോ. കയറ്റി ഗൈസ്, അപ്പോൾ നമ്മളിത് ഓരോ മുളയായിട്ട് ഇങ്ങനെ കയറ്റി നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റാ കയറി. ഗൈസ്, അപ്പോൾ നമ്മളിത് മുളയും കാര്യങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ കൊണ്ടുവന്ന മുളയെല്ലാം നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ ഇനി കുറച്ച് മുളകളുണ്ട് കേട്ടോ. ഇതോടെ തികയായിരിക്കുമല്ലോടാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മണ്ടക്കോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിത് മുളയെല്ലാം ഇവിടെ കയറ്റി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ദാസപ്പനാണ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. സുബിനാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഏതാണ്ട് എന്താടാ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മേൽക്കൂരയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതപ്പോൾ നമുക്ക് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പില്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ലടാ. അപ്പോൾ ഒരു പറ്റുന്ന രീതിയിൽ ഒരു ഏണി നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെയിൻ കെട്ടുകാരനാണ് വന്നിരിക്കുന്നത്. 100ഓളം കെട്ടുകൾ കെട്ടിയ ഒരാളാണ് ഇരിക്കുന്നത്. 100ഓളം കെട്ടുകൾ കെട്ടി റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇല്ലടാ. അതെ, 100ഓളം കല്യാണം കഴിച്ച ആളാണിത്. താലി കെട്ടിയ റെക്കോർഡുകൾ നേടിയ ആളെ നമ്മളിപ്പോൾ വിളിച്ചേക്കുന്നുണ്ട് ഇത്ര കെട്ട് കെട്ടാൻ വേണ്ടി. അദ്ദേഹം കെട്ടിയ എല്ലാ കെട്ടും നല്ല അടിപൊളി കെട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വർക്ക് ചെയ്യുവാണ്. അദ്ദേഹത്തിന്റെ കെട്ട് കണ്ടിട്ട് ഇവന് ഇവിടെ കെട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഗിന്നസ് ബുക്ക് എഴുതിയൊക്കെ പഠിക്കാൻ പറ്റും എന്നത്. ഇല്ല സ്കെച്ച് പെൻ ഉണ്ട്, കളർ അടിക്കാൻ. KSFയുടെ ഒരു ബുക്ക് ഉണ്ടെന്ന് നിനക്കുണ്ടോ? പിന്നെ പൈസ അടയ്ക്കാത്തതിന്റെ പറഞ്ഞുണ്ട്. നമ്മളിത് പടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വേണ്ട ഒരു ഏണി മോഡൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാസപ്പന്ത കയറി പോവാണ് കേട്ടോ. അനക്കമൊന്നുമില്ല. ഇനി നമ്മളിനി റൂഫ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇവന് ഒരു തൂണിലുള്ള കമ്പ് മരത്തിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം നല്ല അടിപൊളിയായിട്ട് കെട്ടി വരിഞ്ഞ് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതാണ് ഇനി ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. കണ്ണം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ അമ്പലത്തിൽ വഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പൂജ നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണപ്പം മരത്തിന് ഉണ്ടെങ്കിൽ പെട്ട് ബെന്നിൻ അങ്ങനെ ഇറങ്ങുമോ? പടി കെട്ടിയിട്ടുണ്ട്. പോട്ടെ. അച്ഛൻ തന്നെ പോകുന്നുണ്ട്. കഴിച്ചാച്ചാ അച്ഛൻ വേണ്ട ഓട്ട എടുക്കാൻ വേണ്ടി പോവാണ്. കഴിക്കാൻ വന്ന കേട്ടോ. വീട്ടിലോട്ട് പോവാ. ഞാൻ മരത്തെ കയറിയതാ, മണ്ടക്ക് ഇരുന്നങ്ങ് വിറച്ചു പോയി ഞാൻ. കേസ് അപ്പോൾ നമ്മളത് ഇതിന് ഒരു കമ്പെടുക്കും കേട്ടോ തൂണിന് വേണ്ടി. നമ്മൾ കണ്ട ഓരോ മരം തന്നെ നമ്മൾ മുറിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് കമ്പില്ലാത്തതുകൊണ്ട്. അതിനാണെങ്കിൽ ഈ മരം മൊത്തം മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈർമാണം നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വരുന്നുണ്ട്. അവന്മാരുടെ അതേ കൊടി ഉണ്ടായിരുന്നു മണ്ടയ്ക്കോട്ടെ. കൊടിയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ അത് ചെരിഞ്ഞു പോയി. അപ്പോൾ അതേണ്ട നമ്മുടെ വെട്ടോത്തി പോയി കേട്ടോ. വെട്ടോത്തി പോയി. വീട്ടിൽ കേട്ടത്തില്ല അമ്മേനി. പയ്യന്മാർ വേണ്ട കൊടിയൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലാഗ് ഒക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഓണ്ടാ കല്ല് വെച്ച് കേട്ടാ. ഓണ്ടാ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ.
വിമാനം മുളയും കാര്യങ്ങളൊക്കെ താഴെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ മേൽക്കൂര നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇനി വരും കമ്പും കാര്യങ്ങളൊക്കെ. ഇതപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ തുടങ്ങിയ പണിയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ താഴത്തെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മണ്ടയ്ക്ക് റൂഫ് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതേ നമുക്ക് ബാക്കിയുള്ള മുളയും കാര്യങ്ങളൊക്കെ നമ്മുടെ ദാസപ്പനും സുബിയുടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഒരാൾ കൊടി കുത്തുന്നുണ്ടോ, ഒരാൾ നടുപ്പാടത്തിന് നടുക്ക് കണ്ട് നമ്മുടെ പോർച്ചുഗലിൻ്റെ കൊടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊടി പാറിക്കാനുള്ള പരിപാടിയാണ് പിള്ളേർ. ഗൈസ് അപ്പോൾ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയൊരു അനക്കം വന്ന് നമ്മുടെ ദാസപ്പനാണ് അവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ ഏറുമാടത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി റൂഫ് വർക്ക് കൂടെ മാത്രമേ ഉള്ളൂ ഇനിയും പെൻഡിങ് ആയിട്ടുള്ളത്. അതിനിപ്പോൾ നേരെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദാസപ്പനൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്താനായിട്ട് പോകണല്ലോ, വീഡിയോസ് നിർത്താനായിട്ട് പോവാണ്. അടുത്ത ദിവസം നമ്മൾ റൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഓലയൊക്കെ മെടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം മൊത്തം ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യാനായിട്ട് പോകണല്ലേ. അതിട്ട് നമ്മൾ അടുത്ത ക്യാമ്പിംഗ് വീഡിയോ വരുന്നതാണ്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.